ഹലോ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ചധികം നാളായി യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് എനിക്കറിയാം എൻ്റെ മാത്രം തെറ്റാണ്. അപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ എന്ത് ചെയ്യും, എന്ത് കണ്ടന്റ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കും എന്നിങ്ങനെ വിചാരിച്ചപ്പം പെട്ടെന്ന് എനിക്ക് ഉത്തരം കിട്ടി. കാരണം എന്നെ നേരിട്ട് കാണുമ്പോൾ പലരും പല കാര്യങ്ങളും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ വളരെ ഫണ്ണി ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് എടുത്ത് അതിന് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാം എന്ന് വിചാരിച്ചു. അത് തന്നെ ഒരു വീഡിയോക്കുള്ള കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കാര്യം ക്ലാരിഫിക്കേഷൻ ഉണ്ട്. എന്തുകൊണ്ട് ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, യൂട്യൂബ് വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ റീസെൻ്റായിട്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങി, അതുപോലെ തന്നെ മോജിൽ അക്കൗണ്ട് ഉണ്ട്. അവിടേക്കൊക്കെ ഒരു ഷോർട്ട് വീഡിയോസ് എടുക്കുമ്പോൾ അതിനുള്ള സമയം എനിക്ക് വേണമായിരുന്നു. അതുകൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യാത്തത്. ഐ എം വെരി സോറി, അത് എൻ്റെ മാത്രം തെറ്റാണെന്നറിയാം. ഇനി മുതൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, അതിലോട്ട് കടക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം ചിരി വരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നേരിട്ട് കാണുമ്പോൾ, അതായത് പലരും എന്നോട് പറയാറുള്ള ഒരു കാര്യമാണ്, നേരിട്ട് കാണുമ്പോൾ അനീഷ് വളരെയധികം മിതത്വത്തോടെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണുമ്പോൾ അനീഷ് ഭയങ്കര ചറപറ സംസാരിച്ച് ആളുകളായിട്ട് ഒക്കെ ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ ക്യാരക്ടർ എന്താണ് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ വളരെ സൈലൻ്റ് ആയിട്ടുള്ള വ്യക്തിയും, അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രം പ്രതികരിക്കുന്ന വ്യക്തിയും, ആവശ്യ സന്ദർഭങ്ങളിൽ മാത്രം നാക്ക് പുറത്തേക്ക് ഇടുന്ന ഒരാളാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പ്രതികരിക്കും. എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്തെങ്കിലും മറുപടി കൊടുക്കുള്ളൂ. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾ വിചാരിക്കും അനീഷ് എപ്പോഴും ചറപറ സംസാരിച്ച് അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, ഭയങ്കര ആക്റ്റീവായിട്ടാണ്, ചാടി ഓടി നടക്കുന്ന ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളതെന്ന് പലരും എന്നെ നേരിട്ട് കാണുമ്പോൾ പറയാറുണ്ട്. അവർക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അനീഷ് വളരെ മിതത്വത്തോട് സംസാരിക്കുന്ന, വളരെ ചാടി ഓടി നടക്കാത്ത, വളരെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ഒരുപാട് പേര് നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. ഞാൻ വളരെ മിതത്വത്തോടുകൂടെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം സംസാരിക്കുന്ന, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് എൻ്റെ ചെറുപ്പം മുതലുള്ള ക്യാരക്ടർ. ആ ക്യാരക്ടറാണ് റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന വ്യക്തിയെ തെരഞ്ഞ് യഥാർത്ഥ ജീവിതത്തിൽ എൻ്റെ അടുത്തേക്ക് ആരും വരേണ്ട. ഞാൻ അങ്ങനെയുള്ള ഒരു ആളെ അല്ല. ഐ എം വെരി സോറി. രണ്ടാമത്തെ കാര്യം, അതിന് മുമ്പ് ഒരു ക്ലാരിഫിക്കേഷൻ കൂടി എനിക്ക് തരാനുണ്ട്. നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലെ അഭിനയ കുലപതിയാണ് ജഗദീഷ് ശ്രീകുമാർ. അദ്ദേഹം ഒരുപാട് തമാശ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. സീരിയസ് ക്യാരക്ടേഴ്സും ഓഫ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ തമാശ ക്യാരക്ടർ കണ്ട് ആള് യഥാർത്ഥ ജീവിതത്തിൽ ഭയങ്കര തമാശ മാത്രം എപ്പോഴും പറയുന്ന ആളാണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? അല്ല, ഹീ ഈസ് വെരി സീരിയസ് പേഴ്സൺ. പല ഇൻ്റർവ്യൂകളിലും ആളുടെ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹീ ഈസ് വെരി വെരി സീരിയസ് പേഴ്സൺ. അപ്പം അതാണ്, ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. ഐ എം വെരി സോറി. ഇനി രണ്ടാമത്തെ കാര്യം, അനീഷ് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് സർക്കിളുള്ള ഒരാളായിട്ടാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നേരിട്ട് കാണുമ്പോൾ അത്രയൊന്നും ഫ്രണ്ട്സ് ഇല്ലാത്ത ഒരാളായിട്ടും, കുറച്ച് മിങ്കിൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, എനിക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് സർക്കിളൊന്നുമില്ല. എൻ്റെ ഈ കൈവിരലുകളിൽ, ഒരു കൈയിൻ്റെ കൈവിരലുകളിൽ എടുക്കാവുന്ന ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ കാണുന്നത് എൻ്റെ കസിൻസാണ്. എൻ്റെ കസിൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലോകമാണ്. എൻ്റെ കസിൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ട്രെങ്ത്താണ്, സ്ട്രോങ് പില്ലേഴ്സാണ്, എൻ്റെ ലോകമാണ്, എൻ്റെ മൊത്തമാണ്. കാരണം ഞാൻ ചെറുപ്പം മുതലേ അവരുമായിട്ടാണ് എനിക്ക് ഇൻട്രാക്ഷൻ. അവരാണ് എൻ്റെ എല്ലാം. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ഗ്യാദർ ചെയ്യും. ചിലപ്പോൾ എൻ്റെ വീട്ടിലായിരിക്കും, ചിലപ്പോൾ അവരുടെ വീട്ടിലായിരിക്കും, അവരുടെ ആരുടെയെങ്കിലും വീട്ടിലായിരിക്കും, അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അവരായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു കണക്ഷനാണ്.
അപ്പോൾ അവരാണ് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അല്ലാത്ത ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജിലത്തെ കുറച്ച് 2-3 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അവരായിട്ട് ഭയങ്കര ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ്. സോ അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ഉത്തരം ഇതാണ്. ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് സർക്കിളുള്ള ഒരാളല്ല ഞാൻ. കുറച്ച് ഫ്രണ്ട്സ്, ബാക്കിയുള്ള കസിൻസാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അനീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം നേരിട്ട് കാണുമ്പോൾ അനീഷിനെ കാണാൻ അത്രയൊന്നും ഭംഗിയില്ല. പക്ഷെ സ്ക്രീനിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കാണുമ്പോൾ ഭയങ്കര മാസ് ലുക്കാണ്. അതെന്താ അങ്ങനെ കാരണം എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഷോ ചെയ്തിരുന്നു. ആ ഷോയിൽ ഒരു ആങ്കറിങ് ഷോ ആയിരുന്നു. അപ്പം ഞാൻ കോളേജിൽ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു കടയിലേക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരാൾ എന്നോട് ചോദിച്ചു, അനീഷ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെ അനീഷ് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ചാനലിൽ കാണാനായിട്ട് അനീഷിന് ഭയങ്കര മാസ് ലുക്കാണ്, പക്ഷെ നേരിട്ട് കാണാനായിട്ട് ഒരു കൂതർ ലുക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തൊട്ടേ എനിക്കറിയാം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇങ്ങനത്തെ സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ച് ലുക്കുണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നേരിട്ട് കാണാനായിട്ട് ഞാനിങ്ങനെ വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ടൊന്നും അല്ല പുറത്ത് പോവുക, വളരെ സാധാരണക്കാരൻ്റെ വേഷത്തിലാണ് പോവുക. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പം സ്ക്രീനിൽ കുറച്ചൊരു ചിലപ്പോൾ ഒരു എന്താ പറയുക ലൈറ്റൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയിലല്ല, അല്ലെങ്കിൽ നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി എന്തായാലും നിങ്ങൾ എന്നോട് നേരിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം ഞാൻ ഇവിടെ പറയാണ്. ഞാൻ പറഞ്ഞ് നേരിട്ട് കാണുമ്പോൾ പറഞ്ഞ് മടുത്തു. അത് കാരണമാണ് നിങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രം പറയുന്നു. ഇത്രയും കാലം കുറച്ച് ലാഗ് വന്നത് എൻ്റെ മാത്രം തെറ്റാണ് എന്ന് എനിക്കറിയാം. സോ കീപ് വാച്ചിങ് മൈ ചാനൽ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.